പോർക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പിട്ട് വഴറ്റുക. ഇതിനകത്ത് ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, സവാള, കറിവേപ്പില, കടുക്, വെളിച്ചെണ്ണ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുകയാണ്. ഇനി ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കണം, പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം, പിന്നെ മീറ്റ് മസാല. പച്ചമുളക് ഇല്ലേലും കുഴപ്പമില്ല. ഇതുണ്ടോ, ബീഫല്ല പോർക്ക് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് നമുക്കത് വഴറ്റി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആക്കിയാൽ പോരല്ലേ, കൊച്ചിന് ഇച്ചിരി ഗ്രേവി വേണ്ടേ വേണേ. അവൾക്ക് മീനിന് ഗ്രേവി വേണമല്ലോ അല്ലേ. അപ്പം നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ചെറിയ തോതിൽ രാവിലത്തെ ക്രിസ്മസ് സ്പെഷ്യലാട്ടോ ഇത്. പന്നി അത് പകുതി അവിടെ വെച്ചിരിക്കും കേട്ടോ. ബാക്കിയെടുത്ത് നമ്മൾ ഗ്രേവി പോലെ ആക്കിയെടുക്കും. ഫ്രൈയും അല്ല ഗ്രേവി അല്ലാത്ത രീതിയിൽ. അപ്പോൾ ഫ്രൈ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഗ്രേവി ഉണ്ട് കേട്ടോ. തീയ കോഫി ആയിട്ടായിരിക്കും ഇത് നമ്മളുണ്ടാക്കിയ കള്ളപ്പം. പിന്നെ ഇതൊക്കെ കൂടി പിള്ളേർക്കും കൊച്ചുമോൾക്കും ഒക്കെ എടുത്ത് കൊടുക്കട്ടെ കേട്ടോ. അപ്പം നമ്മളിത് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ പോർക്ക് കറിയൊക്കെ വിളമ്പി വെച്ചു കേട്ടോ. അവിടെ എല്ലാവരും കഴിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഒരാളുടെ വീതം എടുത്തുനിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിള്ളേർ കഴിച്ചു തുടങ്ങിയേ. ക്രിസ്മസ് ഡേ സ്പെഷ്യൽ കേട്ടോ. ഓക്കെ. കൊച്ചുമോൾ ഇന്ന് പപ്പയുടെ സ്ഥലത്ത് കയറിയിരുന്നാട്ടോ കഴിക്കണേ. തക്കുമാമൻ ഉള്ളപ്പോൾ തക്കുമാമൻ ഇരിക്കും. തക്കുമാമൻ ഇല്ലാത്തപ്പോൾ ഇവിടെ പപ്പ ഇരുന്ന് ടി വി ഒക്കെ കണ്ടിരുന്ന് കഴിക്കും. പപ്പ ഇവിടെ ഇല്ലാത്തപ്പോൾ കൊച്ചുമോൾ കയറിയിരുന്ന് കഴിക്കുന്നു. ടി വി കാണുന്നതിന് പകരം ഫോണും കണ്ടിരുന്നാട്ടോ കഴിക്കുന്നേ. ഒരു ഹായ് പറഞ്ഞേ കഴിച്ചോണ്ടിരിക്കുമ്പോൾ.